ഉത്തര മലബാറിലെ പ്രധാന ദേവസ്ഥാനങ്ങളിലൊന്നായ മടിക്കൈ കണിക്കൂലം ക്ഷേത്രം മൂവാണ്ട് കലശോത്സവം മെയ് 8 മുതൽ 10 വരെ തീയതികളായി നടക്കും. ഇതിനു മുന്നോടിയായുള്ള കലശമേൽപ്പിക്കൽ ചടങ്ങ് നടന്നു. ഉത്തര മലബാറിലെ പ്രധാന ദേവസ്ഥാനങ്ങളിലൊന്നായ മടിക്കൈ കണിക്കൂലം ക്ഷേത്രം മൂവാണ്ട് കലശോത്സവം മെയ് 8 മുതൽ 10 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായുള്ള കലശമേൽപ്പിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. മടിക്കൈ മാടം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് കലശമേൽപ്പിക്കൽ ചടങ്ങ് നടന്നത്. ക്ഷേത്രം ജന്മ അവകാശികൾ, വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർ, ദേവസ്ഥാനം ആചാരസ്ഥാനികർ, ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കാളികളായി. ജ്യോതിഷൻ ഉമേശൻ മടിക്കൈയാണ് തീയതി നിശ്ചയിക്കുന്നതിനുള്ള വരവുവയ്ക്കൽ ചടങ്ങ് നടത്തിയത്. തുടർന്ന് കോലധാരികൾക്കും ആചാരസ്ഥാനികർക്കുമുള്ള അടയാളം കൊടുക്കൽ ചടങ്ങും നടന്നു. പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കൈ ശ്രീ കണിയിൽ ഭഗവത് ക്ഷേത്ര മൂവാണ്ട് കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലശം കൽപ്പിക്കൽ ചടങ്ങാണ് മടിക്കൈ ശ്രീ മാടം ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. കലശ മഹോത്സവം മെയ് 8, 9 തീയതികൾ നടക്കുകയാണ്. 8, 9, 10 തീയതികൾ നടക്കുകയാണ്. 8-ാം തീയതി കലശം കൊണ്ടുവിടുന്ന കളരിയിൽ ഓലകൊത്തൽ ചടങ്ങാണ്. 9, 10 തീയതികളിൽ തെയ്യത്തോടുകൂടിയ ഉത്സവ പരിപാടിയാണ് കണിയിൽ ഭഗവത് ക്ഷേത്രത്തിൽ നടക്കുന്നത്. 10-ാം തീയതിയാണ് കലശ ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ അവസാന ദിവസമായ 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രപാലകൻ, കണിയിൽ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. തുടർന്ന് ഏച്ചിക്കാനം, വാഴവളപ്പിൽ തറവാട് വക 2 പാടിക്കൽ തറവാട്, അടോട്ട്, പാടാർകുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കലശം വീതമുള്ള എഴുന്നള്ളത്തും, മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മത്സ്യകോവ സമർപ്പണവും നടക്കും. വൈരജാതൻ, പുല്ലൂർണൻ, വിഷ്ണുമൂർത്തി, യോഗ്യാർ നമ്പിടി, ഉമ്മച്ചിത്തെയ്യം, ചാമുണ്ടി എന്നീ തെയ്യങ്ങളും 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.